ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇത് എൻ്റെ ഇടവക പള്ളിയാണ് കേട്ടോ. ഇടവക പള്ളിയുടെ മുൻപിലുള്ള കപ്പേളയിൽ വിശുദ്ധ യൗസേ പിതാവ് നിശബ്ദനായിരുന്ന് എനിക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം വഹിക്കുന്ന എൻ്റെ സ്വർഗീയ മധ്യസ്ഥനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ യൗസേ പിതാവ്. ഇത് എൻ്റെ സ്വന്തം ഇടവക പള്ളിയാണ്. ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ, നല്ല 2 ഇടവകകളിൽ നിന്ന് മാറി താമസിച്ച് അന്ന് ഞാൻ പറയും ഒരു കുഗ്രാമത്തിൽ വന്ന് താമസിച്ചു എന്ന്. 35 വർഷങ്ങൾക്ക് മുമ്പ് വെറും ഒരു ഗ്രാമമായിരുന്നു, ഇന്നും ഗ്രാമം തന്നെ. ആ ദേവാലയം ഇന്ന് ഈ ഒരു നിലയിലേക്ക് പരിശുദ്ധ അമ്മയിലൂടെ ഈശോ ഉയർത്തി. ഇതാണ് ഞങ്ങളുടെ ഇടവക ദേവാലയം. എൻ്റെ എല്ലാ സഹനങ്ങളും എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ ഇടവകയുമായി ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. ഇവിടെ വന്ന് ബലി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വർഗത്തിലെത്തുന്നതിന് തുല്യമാണ്. ശാന്തമായിട്ടുള്ള ഗ്രാമ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന ഞങ്ങളുടെ ഇരവിമംഗലം സെൻറ്റ് മേരീസ് ചർച്ച്. പ്രിയ കൂട്ടുകാരെ, ഈ ഒരു പരിചയപ്പെടുത്തൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത് നാളെ ജനുവരി 30-ാം തീയതി ഞങ്ങൾക്ക് ഈ വർഷം ജനുവരി 30-ാം തീയതി പരിശുദ്ധ അമ്മ ഗ്രോട്ടോയിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ള ആ ഒരു ദിവസത്തിൻ്റെ വാർഷികമാണ്. കഴിഞ്ഞ വർഷം ജനുവരി മാസത്തിൽ 30-ാം തീയതി പരിശുദ്ധ അമ്മയുടെ ശിരസിൽ നിന്ന് ഉടുപ്പിൻ്റെ അറ്റം വരെ രക്തമൊഴുകിക്കൊണ്ട് ഒരു അത്ഭുത പ്രതിഭാസം. അത് എന്തിനാണെന്നോ അതിൻ്റെ പിന്നിലുള്ള പരിശുദ്ധ അമ്മയുടെ ആഗ്രഹം എന്താണെന്നോ വെളിപ്പെടുത്തി കിട്ടിയിട്ടില്ല എങ്കിലും അതിൻ്റെ വാർഷികമാണ് ഈ ജനുവരി മാസത്തിൽ, അതായത് നാളെ 29-ാം തീയതി ഞങ്ങൾ ആഘോഷിക്കാൻ പോകുന്നത്. പ്രിയ കൂട്ടുകാരെ, ഒരുപാട് നല്ല അനുഭവങ്ങളും ഒരുപാട് സഹനങ്ങളും ഈ ദേവാലയത്തിൻ്റെ ചുറ്റുവട്ടത്ത് ഞാനൊരു ഇടവകക്കാരിയായി വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. ഈ ഇടവകയിൽ ഞാൻ കടന്നു വരുമ്പോൾ 35 വർഷങ്ങൾക്ക് മുൻപ് ഒരു കൊച്ചു പള്ളിയായിരുന്നു. ഇപ്പോൾ കാണുന്ന ദേവാലയം സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് പറയുന്നത് പോലെ വളരെ ലളിതമായിട്ട് ഇടവകക്കാരെല്ലാം കൂടി പണിത ഒരു കൊച്ചു ദേവാലയമാണ്. അതിൻ്റെ മുൻപിലുള്ള ഒരു ഗ്രോട്ടോയുണ്ട്. സങ്കടപ്പെട്ടു വരുന്നവർക്കും നിരാശപ്പെട്ടു വരുന്നവർക്കും ആശ്വാസം പകരുന്ന ഒരമ്മ അതിൻ്റെ ഉള്ളിലുണ്ട്. ആ അമ്മയാണ് കഴിഞ്ഞ വർഷം ഈ മാസത്തിൽ ഒരു ബുധനാഴ്ച അമ്മ മാതാവ് രക്തമൊഴുക്കിക്കൊണ്ട് ഈ ഇടവക ദേശ അതിർത്തിയിൽപ്പെട്ടവരോടോ ലോകം മുഴുവനോടോ എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴത്തെ ഞങ്ങളുടെ വികാരിയച്ഛനാണ് ഫാദർ ജോൺസൺ ചിറ്റിലപ്പള്ളി. കുർബാനയിൽ ഡോക്ടറേറ്റ് എടുത്ത് ഓരോ കുർബാനയുടെ ഇടയിലും വലിയ ആഴമുള്ള ചിന്തകൾ, എന്നാൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് ഞങ്ങളെ പരിശുദ്ധ കുർബാന എന്താണെന്ന് പഠിപ്പിക്കുന്ന ഞങ്ങളുടെ വികാരിയച്ഛൻ, പരിശുദ്ധ അമ്മയെ ഏറെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വികാരിയച്ഛൻ, അമ്മ ആരാണ്, അമ്മ എന്താണ് എന്നൊക്കെ ഓരോ കുർബാനയിലും ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഞങ്ങളുടെ വികാരിയച്ഛൻ. ഞാൻ ഈ അച്ഛൻ്റെ കീഴിലാണ് 7 വർഷത്തോളം തിയോളജി പഠിച്ചെടുക്കുന്നതും പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിച്ചെടുക്കുന്നതും. അച്ഛനാണ് എനിക്ക് അറിവ് പകർന്നു തന്ന ഗുരു. പ്രിയ കൂട്ടുകാരെ, തിരുനാളിന് വേണ്ടി ഒരുങ്ങിയ ഞങ്ങളുടെ ദേവാലയമാണിത്. ഈ ദേവാലയത്തിൽ നിന്ന് ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട്.
ഞാൻ 35 വർഷം മുൻപ് ഇവിടെ കടന്നു വരുമ്പോൾ ശൂന്യമായിരുന്നു എല്ലാം, എൻ്റെ ജീവിതവും ഈ ഇടവകയും. പിന്നീട് അങ്ങോട്ട് 2000 ആണ്ടാണ് പരിശുദ്ധ അമ്മയെ ഇവിടെ നിന്ന് എനിക്ക് ലഭിക്കുന്നത്. അതെല്ലാം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. അമ്മ വന്നു 2007 കെൽവിൻ അച്ഛനെ ബസ്സിടിച്ചു മരിച്ചു എന്ന് കേൾക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത വർഷമാണ് സെമിനാരിയിൽ ചേരുന്നത്. ആ സെമിനാരിയിൽ ചേർന്ന് വീണ്ടും ഒരു 2012 വന്നപ്പോൾ എൻ്റെ ജീവിത പങ്കാളിക്ക് തൈറോയിഡിൽ ക്യാൻസർ എന്നറിഞ്ഞ് ഓപ്പറേഷൻ കഴിയുകയും പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ ഇടപെടൽ മൂലം പരിശുദ്ധ കുർബാന എന്ന മഹാ അത്ഭുതത്തിലൂടെ ട്രീറ്റ്മെൻ്റ് ഇല്ലാതെ അന്ന് സുഖം പ്രാപിക്കുകയും അതിനുശേഷം അപ്പോൾ തന്നെ അറിയുന്നത് ഞങ്ങളുടെ അച്ഛൻ മോൻ്റെ കണ്ണ് പോയി എന്നുള്ളതും. അത് കഴിഞ്ഞ് വീണ്ടും 12 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ ജീവിത പങ്കാളി സഹനത്തിലൂടെ കടന്നു പോകുന്നു. ബ്രെയിൻ ട്യൂമറായിട്ട് ഓപ്പറേഷൻ കഴിയുകയും അത് കഴിയുകയല്ല, അടുത്ത 12 മാസങ്ങൾക്കുള്ളിൽ ഞാൻ ഒരു മഹാ ക്യാൻസർ രോഗിയാണ് എന്ന് തിരിച്ചറിയുകയും ഈ അൾത്താരയിൽ നിന്ന് അന്നത്തെ വികാരിയച്ഛൻ മരിക്കാൻ പോകുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥന എല്ലാവരോടും ചോദിക്കുന്നതും, ഈ അമ്മ, ഈ പരിശുദ്ധ അമ്മ എന്തൊക്കെയോ മകനോട് പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. ഒരു പ്രാവശ്യം എൻ്റെ മകനെ മരണത്തിലേക്ക് കൊണ്ടുപോയി, അടുത്ത പ്രാവശ്യം വീണ്ടും എന്നെ മരണത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ പദ്ധതി എന്താണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. പ്രിയ കൂട്ടുകാരെ, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യും, അന്തിമ തീരുമാനം കർത്താവിൻ്റേതാണ്. കാനായിൽ കല്യാണ വിരുന്നിൽ വീഞ്ഞില്ലാത്ത അവസ്ഥയായിരുന്നു മനുഷ്യൻ്റെ അന്തിമമായിട്ടുള്ള അവസ്ഥ. പക്ഷേ പരിശുദ്ധ അമ്മ ഇടപെട്ടപ്പോൾ അത് വലിയ മഹത്വത്തിലേക്കാണ് വഴിതെളിയിച്ചത്. ഈ അമ്മ ഇവിടെ ഇനിയും എന്തൊക്കെയോ പദ്ധതികളിട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ ഒരു 30-ാം തീയതി പരിശുദ്ധ അമ്മ ഗ്രോട്ടോയിലെ മാതാവ് രക്തമൊഴുക്കി. പലരും പല വ്യാഖ്യാനങ്ങളും പറഞ്ഞു. പക്ഷേ അന്നത്തെ വികാരിയച്ഛൻ പറഞ്ഞു, അന്നൊരു സ്വർഗീയ സുഗന്ധം അച്ഛൻ്റെ റൂം വരെ വന്നിരുന്നു. ഇത് മനുഷ്യർ ചെയ്തതാണോ എന്നറിയാൻ പല പരീക്ഷണങ്ങളും നടത്തി. ക്യാമറ പരിശോധിച്ചു, ആരെങ്കിലും വന്ന് കുസൃതിപ്പിള്ളേർ എന്തെങ്കിലും ചെയ്തതാണോ എന്ന് നോക്കാൻ. ഒരു മാസത്തോളം അവിടെ ആരും വന്നിട്ടില്ല. ഒഴുകിയത് എന്ത് ദ്രാവകമാണെന്നറിയാൻ പരിശോധനയ്ക്ക് അയച്ചു. അത് മനുഷ്യരക്തമാണെന്ന് തിരിച്ചറിഞ്ഞു. ധാരാളം ആളുകൾ ഓടിക്കൂടി. പലരും കണ്ണീരോടെ പ്രാർത്ഥിച്ചു അമ്മയുടെ അടുത്ത്. പ്രാർത്ഥിച്ചവരെ ഒന്നും അമ്മ നിരാശപ്പെടുത്തിയില്ല. സകലർക്കും കൈ തുറന്ന അനുഗ്രഹങ്ങൾ കൊടുക്കുമ്പോഴും അമ്മയുടെ മനസ്സിലെന്തോ പദ്ധതിയുണ്ടായിരുന്നു. അത്ഭുതത്തിന് ശേഷം അമ്മ ചില്ലുകൂട്ടിലായി. മനുഷ്യർ തൊട്ട് ഇനിയും അത് നാശമാകാതിരിക്കാൻ അമ്മ ഇന്നും ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്ന് തോന്നുന്നു. അന്നു മുതൽ ഗ്രോട്ടോയിൽ ജപമാലയും പ്രാർത്ഥനയുമൊക്കെ ശക്തമായി നടക്കുന്നു. ഞങ്ങളുടെ അമ്മ, എരവിമംഗലത്തെ അമ്മ, ഞങ്ങൾക്ക് വേണ്ടി എന്നും മോനോട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ വീണ്ടും ജീവൻ പ്രാപിച്ച് ഈ ഇടവക ദേവാലയത്തിലേക്ക് പരിശുദ്ധ കുർബാനയ്ക്കായി വന്നണയുവാൻ ഇടയായി എന്ന്. ഇവിടെ അത്ഭുതം നടന്നതിൻ്റെ അന്ന് ധാരാളം ഫോൺ കോളുകൾ ഇടവകയിൽ നിന്ന് എനിക്ക് വന്നിരുന്നു. എല്ലാവരും പറഞ്ഞു, ആലീസ് ടീച്ചർ വരണം, പരിശുദ്ധ അമ്മയെ കാണണം. ഞാനപ്പോൾ എൻ്റെ മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ കീമോതെറാപ്പിക്കായിട്ട് കിടക്കുകയാണ്. എഴുന്നേൽക്കുവാൻ പോലും കഴിവില്ലാതെ ഞാൻ ഫോൺ ചെയ്തവരോട് പറഞ്ഞു, ഞാൻ ആ അമ്മയുടെ അടുത്ത് വരുന്നില്ല. അവരെല്ലാവരും പറഞ്ഞു, അമ്മയുടെ അടുത്തേക്ക് ടീച്ചർ വരണം. ഞാൻ KTSM അവിടെ 21 വർഷം പഠിപ്പിച്ചത് കൊണ്ടാണ് കേട്ടോ ടീച്ചർ എന്ന് വിളിക്കുന്നത്. കൈ തുറന്ന് നിൽക്കുന്ന അമ്മയെ കഴിഞ്ഞ ബുധനാഴ്ച ദർശനത്തിൽ കണ്ടപ്പോൾ എന്തുകൊണ്ടാണിതെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീടാണ് വികാരിയച്ഛൻ പറയുന്നത്, 1 വർഷമാകാനാണ് പോകുന്നത് അമ്മ ഇവിടെ സാന്നിധ്യം തന്ന് അനുഗ്രഹിച്ചിട്ട്.
എല്ലാവരും വിളിച്ചിട്ടും ഞാൻ പോന്നില്ല. കാരണം എനിക്ക് വരാൻ പറ്റില്ലായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, വയറിൽ 32 സ്റ്റിച്ചുമായിട്ട് ഞാൻ കിടക്കുകയാണ്, എനിക്ക് സാരിയൊന്നും ഉടുത്ത് വരാൻ പറ്റില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, നീ ഈ ഗ്രോട്ടോയിലുണ്ടല്ലോ നല്ല ഗൗണൊക്കെ ഇട്ട്, എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയാൽ നിൻ്റെ അടുത്തേക്ക് ഞാൻ പണ്ട് വരുന്നത് പോലെ സാരി ചുറ്റി വരാനുള്ള കൃപ തരണമേ എന്ന്. പ്രിയ കൂട്ടുകാരെ, സഹനങ്ങൾ തരുന്നു, പരിശുദ്ധ അമ്മ വരുന്നു. വീണ്ടും അമ്മ ഞങ്ങളെ എന്തൊക്കെയോ ചെയ്യുവാനായിട്ട് ഈ ലോകത്തിൽ വെച്ചിരിക്കുന്നു. ധാരാളം ആളുകൾ ഒത്തുകൂടി ഇവിടെ ആ അത്ഭുതം കാണാൻ. ഞാൻ അതെല്ലാം മൊബൈലിലിരുന്ന് കണ്ടു. അമ്മയോട് പറഞ്ഞു, വേണമെങ്കിൽ നീ ഇങ്ങോട്ട് വാ. ഞാൻ അങ്ങോട്ട് വരുന്നില്ല. വരുന്നെങ്കിൽ ഇതുപോലെ പണ്ടത്തെ പോലെ വരണം, ജീവിതമുണ്ടെങ്കിൽ. പ്രിയ കൂട്ടുകാരെ, ഞാനിന്ന് വീണ്ടും സാരിയൊക്കെ ചുറ്റി പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അങ്ങനെയാണ് വരുന്നത്. അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളുകൊണ്ട് ഞാൻ എപ്പോഴും തമാശ പറഞ്ഞ് ചിരിക്കാറുണ്ട്. മാതാവേ, വീണ്ടും ഈ ഒരു മനുഷ്യക്കോലം സാരി ചുറ്റി നിൻ്റെ അടുത്തേക്ക് വരാൻ നീ എന്നെ അനുവദിച്ചുവല്ലേ. ഞാൻ പറയും, എൻ്റെ ഇടവക എനിക്ക് കുറേയേറെ സഹനങ്ങൾ തന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, എൻ്റെ അച്ഛൻ മകൻ്റെ ജീവിതം കണ്ണടിച്ചു പോകുന്ന അവസ്ഥ, അപകടം വരുന്ന അവസ്ഥ, ഭർത്താവിൻ്റെ ക്യാൻസർ, ഭർത്താവിൻ്റെ ബ്രെയിൻ ട്യൂമർ, അതിനുശേഷം ആമാശയം അറുത്തുമാറ്റുന്ന മഹാ ക്യാൻസർ രോഗം, സ്പ്രെഡിങ് ടൈപ്പ് ക്യാൻസർ. അമ്മ ഇതെല്ലാം നമുക്ക് തരുമ്പോഴും അമ്മയുടെ മനസ്സിലൊരു പദ്ധതിയുണ്ട്. ഞാൻ എപ്പോഴും പറയും, ഞാൻ അമ്മയുടെ അത്ഭുത സാക്ഷിയാണ് എന്ന്. ഈ ഇടവകയിലെ അത്ഭുത സാക്ഷിയാണ് ഞാനും എൻ്റെ കുടുംബവുമെന്ന്. മരിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതങ്ങൾ എന്ന് ഈ ലോകത്ത് നിന്ന് പോകും എന്ന് അറിയില്ല. എവിടെയൊക്കെ ക്യാൻസർ ഇനി വരും, ട്രീറ്റ്മെൻ്റ് ഇല്ലാതെ എന്തുമാത്രം നാൾ നിലനിൽക്കും. പക്ഷേ ഒന്നെനിക്ക് ഉറപ്പുണ്ട്, പരിശുദ്ധ അമ്മയുടെ മകൻ്റെ ഹോളി ബ്ലഡ് തെറാപ്പിയാണ് എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കുമുള്ള ഏക മരുന്ന്. കാരണം ഓപ്പറേഷൻ കഴിഞ്ഞുവെങ്കിലും ക്യാൻസറിന് മരുന്നില്ലാതെ ഞങ്ങൾ ജീവിക്കുന്നു. എൻ്റെ ജീവിത പങ്കാളി ഓപ്പറേഷനും കഴിഞ്ഞിട്ടില്ല, മരുന്നുകളും എടുക്കുന്നില്ല. എങ്കിലും ചെറുതായൊരു ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നു. പക്ഷേ എന്നും പുലർച്ചയ്ക്ക് ഈശോയെ തേടി വരുമ്പോൾ ഈ അമ്മയുടെ അടുത്താണ് ആദ്യം വരിക. ഈ കത്തുന്ന തിരി ഉരുകിത്തീരുന്നത് പോലെ ഞങ്ങളുടെ ജീവിതവും ഈ ഇടവകയിൽ അമ്മയുടെ മുമ്പിൽ ഉരുകിത്തീരണം. അത് മറ്റുള്ളവർക്ക് പ്രകാശമാകണം എന്നൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അമ്മ അത് സാധിച്ചു തരും. അമ്മയ്ക്ക് എന്തൊക്കെയോ പദ്ധതികളുണ്ട് സഹോദരങ്ങളെ. കഴിഞ്ഞ വർഷം ഈ ദിവസത്തിൽ അമ്മ കാണിച്ച സാന്നിധ്യത്തിൻ്റെ ഓർമ്മ ഞങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ്. വികാരിയച്ഛൻ പറഞ്ഞു, ഈ ഓർമ്മ നമുക്ക് ആഘോഷിക്കണം. ബുധനാഴ്ച, അതായത് 29-ാം തീയതി ജനുവരി, നാളെ വൈകുന്നേരം 6 മണിക്ക് ആഘോഷമായ കുർബാനയും ആരാധനയും ജപമാലയും ചുറ്റുപ്രദക്ഷിണവും ഒക്കെയുണ്ട്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അമ്മയെ കണ്ട് അമ്മയ്ക്ക് സ്തുതികൾ അർപ്പിക്കാം. വന്നവർക്കൊക്കെ അമ്മ അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. ധാരാളം സാക്ഷ്യങ്ങളുണ്ട്. ഔദ്യോഗികമായിട്ട് ഇതുവരെ ഒന്നും അത് പുറത്ത് പറയാതെ അതിൻ്റെ സമയം വരെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ. നാളത്തെ ദിവസം ഞങ്ങൾക്ക് ആഘോഷത്തിൻ്റെ ദിവസമാണ്, ഓർമ്മയുടെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഈ കൊച്ചു ഇടവകയിൽ അമ്മയുടെ സാന്നിധ്യം ഒരാൾക്ക് മാത്രമല്ല അമ്മ കാണിച്ചു കൊടുത്തത്, അനേകം മക്കൾ വന്ന് കണ്ട് അനുഭവിച്ച ഒരു അടയാളമാണിത്. എന്തായിരിക്കും പരിശുദ്ധ അമ്മ ഈ അടയാളത്തിലൂടെ മനുഷ്യരോട് പറയുന്നത്? ഞാൻ ഇടവക ജനത്തോട്, ഈ ലോകത്തോട്, ഓരോ സ്ഥലത്തും പരിശുദ്ധ അമ്മ പല അടയാളങ്ങളും കാണിക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ അമ്മയ്ക്ക് എന്തൊക്കെയോ പറയാനുണ്ട് അമ്മയുടെ മക്കളോട്. ഞാൻ വിശ്വസിക്കുന്നു അമ്മയ്ക്ക് ഇനിയും എന്തൊക്കെയോ ഞങ്ങളോട് പറയാനുണ്ട്, എന്തൊക്കെയോ ചെയ്യാനുണ്ട്. പക്ഷേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ, ഈ ലോകം മുഴുവൻ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ആകത്തുക എടുക്കുമ്പോൾ അമ്മ പറയുന്നത് ഇതാണ്: പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം.
പരിശുദ്ധ കുർബാന, പരിശുദ്ധ ജപമാല, കൂദാശപരമായ ജീവിതം. ലോകം മുഴുവൻ മാനസാന്തരപ്പെടണം, ഈശോയിലേക്ക് മടങ്ങി വരണം. ഈശോയുടെ രണ്ടാം വരവിന് വേണ്ടി നമ്മെ ഒരുക്കാനാണ് പരിശുദ്ധ അമ്മ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നതും പല അടയാളങ്ങളും കാണിക്കുന്നതും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അമ്മയെയാണ്, മേരിയെയാണ് കർത്താവ് രണ്ടാമത്തെ വരവിന് വേണ്ടിയും ഒരുക്കാൻ വിടുന്നത്. ആദ്യത്തെ വരവും മേരിയിൽ കൂടെയാണെങ്കിൽ രണ്ടാമത്തെ വരവും മേരിയിൽ കൂടെ തന്നെയായിരിക്കും. അതാണല്ലോ കാതറിൻ ലബോറയ്ക്ക് അമ്മ വെളിപ്പെടുത്തി കൊടുത്തത്. കുരിശിനു ചുറ്റും എം എന്ന അക്ഷരം കാതറിൻ ലബോറയ്ക്ക് കാണിച്ചു കൊടുത്ത മെഡലിൽ ഉള്ളത്. ബൈബിൾ പഠിതാക്കന്മാർ ഇങ്ങനെയാണ് പറയുന്നത്: മേരിയിലൂടെ വന്ന ഈശോ മേരിയിലൂടെ തന്നെയാണ് രണ്ടാം വരവിലും വരിക. അതായത് മേരിയാണ് മനുഷ്യ മക്കളെ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും പ്രാർത്ഥനയിലേക്കും പരിഹാരത്തിലേക്കും എല്ലാം നയിക്കുക. ഞങ്ങളുടെ അമ്മ ഗ്രോട്ടോയിൽ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. വലിയ വലിയ ആഘോഷങ്ങളോ വലിയ വലിയ പ്രസിദ്ധീകരണങ്ങളോ ഒന്നുമില്ലെങ്കിലും എരവിമംഗലത്തെ അമ്മ ഞങ്ങൾക്കെല്ലാം ആശ്വാസമാണ് കേട്ടോ. നിങ്ങളും വരണം, പരിശുദ്ധ അമ്മയെ കാണണം. അമ്മയുടെ മുമ്പിൽ ഒരു അപേക്ഷ എഴുതിയിടണം, തിരി കത്തിക്കണം. ലൂർദിലെ പോലെ തിരി പ്രദക്ഷിണമായിട്ട് ഇവിടെ ഞങ്ങൾ പ്രദക്ഷിണം നടത്തുമ്പോൾ പരിശുദ്ധ അമ്മ ആ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിക്കുന്നുണ്ട്. അമ്മ പല മക്കളെയും സമാശ്വസിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പാപിയായ ബലഹീനയായ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഞങ്ങളുടെ കുടുംബവും. ഇതിൽ പരം സാക്ഷ്യം ഇനി എന്താണ് ലോകത്തിന് വേണ്ടത്? ആമാശയത്തിൽ 3.5 കിലോ വരുന്ന ക്യാൻസർ മുഴയും പേറിക്കൊണ്ട് ഈ അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോഴൊന്നും ഞാനത് അറിഞ്ഞിട്ടില്ല. ജീവിതം അവസാനിച്ചു എന്ന് വിചാരിച്ച് അവസാനത്തെ ശുശ്രൂഷയൊക്കെ ഏറ്റുവാങ്ങി പോയവളാണ്. പക്ഷേ അമ്മ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വന്നിരുന്നു. ഇവിടെ നിന്ന് അമ്മ മാതാവ് അവിടെ വന്ന് തൊട്ട് അനുഗ്രഹിച്ചിരുന്നു. എന്തിനാണെന്നോ, ഈ ഇടവകയിലെ ഗ്രോട്ടോയുടെ മുമ്പിൽ നിന്ന് വീണ്ടും അമ്മയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ. പ്രിയ കൂട്ടുകാരെ, ഞാൻ പറയും, പരിശുദ്ധ അമ്മയാണ് എൻ്റെ ജീവൻ തിരിച്ചു തന്നിട്ടുള്ളത്. അമ്മ തിരിച്ചു തന്ന ജീവിതം അമ്മയിലൂടെയാണെങ്കിലും അത് തന്നത് യേശുവിലൂടെയാണ്. അമ്മ ഞങ്ങൾക്കായിട്ട് ഇത് ദാനമായി തന്നിട്ടുള്ളത്. എന്തിനാണെന്നോ, യേശുവിലേക്ക് വീണ്ടും വീണ്ടും നടക്കാൻ, ഈശോ കൽപ്പിച്ചതുപോലെയുള്ള ഒരു ജീവിതം നയിക്കാൻ, അനേകം മക്കളെ ഈശോയിലേക്ക് അടുപ്പിക്കാൻ. അത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. അതിനാണല്ലോ നമ്മളെല്ലാം ജീവിക്കുന്നത്. ആത്മാക്കളെ നേടിക്കൊടുക്കാനല്ലേ ഈശോ പറഞ്ഞത്. ഈശോയ്ക്കായിട്ട് പാപികളെ നേടിക്കൊടുക്കണം. അതിന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വേണം. പ്രിയ കൂട്ടുകാരെ, നാളെ വൈകുന്നേരം 6 മണിക്കുള്ള ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഈ അരവിമംഗലം ദേശത്തിന് ചുറ്റുമുള്ളവർ അമ്മയെ കാണാൻ വരണം. അമ്മ ലോകത്തിന് എത്രയോ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങൾ കൊടുക്കുന്നു. പക്ഷേ എത്രയോ വലിയ സാന്നിധ്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നമുക്ക് അമ്മയെ സ്തുതിക്കാം, അമ്മയ്ക്ക് നന്ദി പറയാം. അമ്മയുടെ കൈപിടിച്ച് മകൻ്റെ അടുക്കിലേക്ക് നമുക്കെത്താം. പരിശുദ്ധ കുർബാന എന്ന യാഗബലി ഏറ്റവും വിശുദ്ധിയോടെ ഉൾക്കൊള്ളാൻ വേണ്ട വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം സഹനങ്ങൾ വരുമ്പോൾ അമ്മ സഹിച്ചതുപോലെ സന്തോഷത്തോടെ നിശബ്ദമായിട്ട് ഈ സഹനത്തിൻ്റെ പിന്നിലെല്ലാം ഒരു വലിയ മഹത്വം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതെല്ലാം സഹിക്കാനുള്ള ശക്തി ഈ ഗ്രോട്ടോയിൽ നിന്ന് നമുക്ക് വാങ്ങിയെടുക്കാം. ബർണർദീത്തയ്ക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഓർമ്മയാണല്ലോ ലൂർദിലെ. നമ്മൾ ഈ ഗ്രോട്ടോയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഓർക്കുക,
ബർണർദീത്തയ്ക്ക് സൗഖ്യം കൊടുത്ത പരിശുദ്ധ അമ്മ ഇന്നും ഗ്രോട്ടോയുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഓരോ മക്കൾക്കും അത്ഭുതകരമായ സൗഖ്യം കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇടവകയിൽ തന്നെ അതിന് പ്രത്യക്ഷമായ ഉദാഹരണങ്ങളുണ്ട്. എനിക്ക് ക്യാൻസർ വന്നതിന് ശേഷം കുറേ പേർക്ക് ഇവിടെ ചെറുപ്പക്കാർക്ക് ക്യാൻസർ വന്നു. പക്ഷെ എല്ലാവരും ട്രീറ്റ്മെൻറ്റുകൾ നടത്തി ഇപ്പോൾ വീണ്ടും അവർ ഈ ഗ്രോട്ടോയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. പ്രിയ കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, കഴിഞ്ഞ വർഷം ജനുവരി 30-ാം തീയതിയല്ല 31-ാം തീയതി ബുധനാഴ്ചയാണ് പരിശുദ്ധ അമ്മയുടെ ഈ സ്വരൂപത്തിൽ ഇങ്ങനെ ഒരു അടയാളം വന്നത്. അതുകൊണ്ടാണ് ഈ വർഷം ഡേറ്റ് നോക്കാതെ ബുധനാഴ്ച തന്നെ ഇതിൻ്റെ വാർഷികം ആഘോഷിക്കുന്നത്. നമുക്കറിയാമല്ലോ, പരിശുദ്ധ അമ്മയുടെ ദിനമായിട്ട് പണ്ട് ആചരിച്ചിരുന്നത് ബുധനാഴ്ച ദിവസമാണ്. അപ്പോൾ പരിശുദ്ധ അമ്മ ഇവിടെ കഴിഞ്ഞ വർഷത്തിൽ ജനുവരി 31 ബുധനാഴ്ചയാണ് അമ്മയുടെ ഈ സാന്നിധ്യം വെളിപ്പെടുത്തിയത്. ഞാൻ നേരത്തെ ജനുവരി 30 എന്നാണ് പറഞ്ഞത്. ഈ ബുധനാഴ്ച തന്നെ വാർഷികം ആഘോഷിക്കുന്നത് അതുകൊണ്ടാണ്. ഒരു ബുധനാഴ്ച ദിവസം അമ്മ അടയാളം കാണിച്ചതുകൊണ്ട് ആ ബുധനാഴ്ച തന്നെ തിരഞ്ഞെടുത്ത് ഞങ്ങൾ ആഘോഷത്തിനായിട്ട് ഒരുങ്ങുന്നത്. ഞങ്ങളുടെ ഇടവകയിൽ 50-ാം വർഷമാണ് കഴിഞ്ഞ വർഷത്തിൽ ഞങ്ങൾ ആഘോഷിച്ചത്. ജൂബിലി വർഷത്തിൻ്റെ സമ്മാനമാണ് പരിശുദ്ധ അമ്മ തന്ന ഈ സാന്നിധ്യം എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ഈ 2025 അമ്മ മാതാവിനെ ഇടവകയിൽ നിന്നും ഞങ്ങളുടെ യൂണിറ്റുകളിലേക്കും പിന്നീട് എൻ്റെ ഭവനത്തിലേക്കും കടന്നു വന്നിട്ട് 25 വർഷം തികയുകയാണ്. നാളെ ഞങ്ങൾ ഈ സാന്നിധ്യത്തിൻ്റെ 1-ാം വർഷം ആഘോഷിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഗ്രോട്ടോയിലെ മാതാവിൻ്റെ അടുത്ത് വന്ന് നമ്മുടെ വിഷമങ്ങൾ പറയുമ്പോൾ അമ്മ മാതാവ് കൈ തുറന്ന് നമ്മെ അനുഗ്രഹിക്കും, നമ്മെ ശക്തിപ്പെടുത്തും. സഹനങ്ങൾ അമ്മ സഹിച്ചതുപോലെ ഏറ്റെടുക്കാനുള്ള ശക്തി അമ്മ നമുക്ക് പുത്രൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരും. 13 വർഷങ്ങൾക്ക് മുൻപ് അമ്മ മാതാവ് ഇവിടെ ഒരു സന്ദേശം നൽകിയിരുന്നു എനിക്ക്. അന്നത്തെ വികാരിയച്ഛനോട് ഞാൻ പറഞ്ഞു, ഈ ഗ്രോട്ടോയിൽ എന്തൊക്കെയോ നടക്കും, ഇവിടെ തിരിപ്രദക്ഷിണമുണ്ടാകും എന്നമ്മ പറയുന്നു, നേർച്ച വിതരണവും കാണിക്കുന്നുണ്ട്. അന്നത്തെ അച്ഛൻ പറഞ്ഞു, അമ്മ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയായി വരട്ടെ എന്ന്. പ്രിയ കൂട്ടുകാരെ, ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. മരണത്തോളം കൊണ്ടുപോകും, തിരിച്ച് വീണ്ടും കൊണ്ട് അമ്മയുടെ മുമ്പിൽ തന്നെ ഞങ്ങളെ എത്തിക്കുന്നു. എന്തൊക്കെയോ പദ്ധതികളുണ്ട് പരിശുദ്ധ അമ്മയുടെ മനസ്സിൽ. അതുമാത്രമല്ല, കുറേയേറെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെയും അമ്മ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അത് ക്ഷമിക്കാൻ പഠിപ്പിക്കാനായിരുന്നു. ഓരോന്നും പഠിപ്പിച്ച് അമ്മ കൃപകൾ തരാനായിരുന്നു. ഏറെ സന്തോഷമുണ്ട് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഓർക്കുമ്പോൾ. ഇന്ന് 13 വർഷങ്ങൾക്ക് മുൻപ് ഈ സന്ദേശം ശരിയായി വന്നപ്പോൾ ഞാൻ എൻ്റെ വികാരിയച്ഛനോട് സന്തോഷം പങ്കുവെച്ചു. ഈ മരണവെപ്രാളത്തിൻ്റെ ഇടയിൽ ഞാൻ ആ സന്ദേശം കിട്ടിയത് മറന്നുപോയിരുന്നു. ഇന്നലെയാണ് ഞാനത് ഓർക്കുന്നത്. കാരണം എൻ്റെ ഡയറിയിൽ ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. 13 വർഷങ്ങൾക്ക് മുമ്പ് അമ്മ പറഞ്ഞതാണ് ഇതെല്ലാം. ഇനിയും അമ്മ എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ഒന്നിച്ചു കൂടാം. സൗകര്യപ്പെടുമെങ്കിൽ നാളെ വൈകുന്നേരം 6 മണിക്കത്തെ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരും കടന്നു വരണം. നമ്മുടെ നാട്ടിൽ സാന്നിധ്യം തന്ന് അനുഗ്രഹിച്ച ഈ കൊച്ചിടവകയിൽ ചെറിയ ചെറിയ ശുശ്രൂഷയിലേക്ക് നമുക്കും ഒന്നിച്ചു ചേരാം. പരിശുദ്ധ അമ്മ ഈശോയിലൂടെ
നമ്മെ അനുഗ്രഹിക്കട്ടെ. ധാരാളം അനുഗ്രഹങ്ങൾ വാങ്ങാൻ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഓർത്തുകൊണ്ട് ആമേൻ.